ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പടം ബ്രോ, സൂപ്പർ മസ്റ്റ് വാച്ച്. വയലൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വയലൻസ് ഭയങ്കര, അങ്ങനെയുള്ളവർ മാത്രമേ പോകാറുള്ളൂ, കാണാറുള്ളൂ. ഭയങ്കര ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? വയലൻസ് ആയിട്ട് ഒരു രക്ഷയില്ല. ഫുൾ സെക്കൻഡ് ഹാഫ് ആണ് ശരിക്കും വയലൻസ് വന്നിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ ഇങ്ങനെ ആ ഒരു പടം ആദ്യമായിട്ട് ഇങ്ങനെ കാണും, ഇത്ര വയലൻസ് ആയിട്ട്. അടിപൊളിയാണ് ഫുൾ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ് മൂവിയായിരുന്നു, നല്ലതായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു വയലന്റ് മൂവിയാണ്. ശരി വൾഗറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ പക്കാണ്. എന്താ പറയുക, പുതിയൊരു നായകനാണ്. ഡയറക്ടറിൻ്റെ എല്ലാം വർക്ക് എല്ലാം സിനിമാറ്റോഗ്രാഫി എല്ലാം പക്ക പൊളി, പക്ക അടിപൊളി തന്നെ. യാ ടോട്ടൽ എന്തായാലും തിയേറ്റർ മസ്റ്റ്. പിന്നെ വയലൻസ് ആണ് മൂവി ഫൈനൽ പോലെ. താങ്ക് യു. ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഉഗ്രപടം, തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. നല്ല ഉഗ്രം വയലൻസ് ആണ് പടത്തിൽ. ഉഗ്രം മേക്കിംഗ്, ഫുൾ ട്രെയിനിൽ തന്നെ ഉള്ളൊരു പരിപാടിയാണ്. എന്താ പറയുക, കുറേ ഗൂസ് ബംസ് ഒക്കെ വരുന്ന കുറേ സീനുകളുണ്ട്. ബ്ലഡ് ഷെയ്ഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ബ്ലഡ് ഷെയ്ഡ്? അയ്യോ ഒന്നും പറയാം, ഭയങ്കര ഈ പറഞ്ഞ പോലെ മോസ്റ്റ് വയലന്റ് മൂവി എന്നൊക്കെ പറയാം. ഒരു ഗംഭീരമായിട്ടുണ്ട്. കുട്ടികളൊക്കെ വന്നാൽ പേടിക്കോ? ഓൾറെഡി അറിയാം, സർട്ടിഫിക്കറ്റ് എ ആണ്. അപ്പോൾ കുട്ടികൾ പരമാവധി കൊണ്ടുവരാതിരിക്കുക. ഇന്ത്യയിൽ കണ്ടതിൽ ഏറ്റവും വലിയ ഇന്ത്യയിൽ വെച്ച് മേക്കിംഗ് നോക്കുമ്പോൾ മേ ബി ആവും. ഈ പറഞ്ഞ പോലെ അങ്ങനെ വയലന്റ് മൂവീസ് കുറവാണ് നമ്മളിവിടെ. അത്രയും കൂടി ഭയങ്കര വയലൻസ് മൂവീസൊക്കെ കുറവാണല്ലോ. ആ ഒരു ഇതിലേക്കൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ? എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ ആരോഗ്യഭാഗം ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പ്രതീക്ഷ വന്നാൽ മതി. പിന്നെ തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ശരി.